ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കുരുക്കുമുറുക്കി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷനിലെ അധ്യാപകർക്ക് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകും. ഇത്തവണയും ഹാജരായില്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് നീക്കം. അതേസമയം MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനായി അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, MS സൊല്യൂഷനിലെ CEO ആണിതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി എന്നുള്ള നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അദ്ദേഹം ഒളിവിലുമാണ്. MS സൊല്യൂഷനിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അങ്ങനെ വരാത്ത പക്ഷം അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയല്ലേ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം? അനഘ. തീർച്ചയായും MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ഇന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും. ആ നോട്ടീസ് ലഭിച്ച പക്ഷം നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് നാളെയും ഈ അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ലെങ്കിൽ ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് അടുത്തതായി ഉണ്ടാവുക. അതേസമയം ഈ അധ്യാപകരാരും തന്നെ ക്രൈംബ്രാഞ്ചുമായും അന്വേഷണവുമായും യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് പറയുന്ന ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഷുഹൈബിനായുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഷുഹൈബ് എവിടെയാണ്, ഇതര സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഷുഹൈബിലേക്ക് എത്തിപ്പെടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ്. ഷുഹൈബിലേക്ക് നീളുന്ന കൃത്യമായ തെളിവുകൾ, ചോദ്യപേപ്പർ ഷുഹൈബ് ചോർത്തി എന്നതിനുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കാരണം MS സൊല്യൂഷൻസിൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചെന്ന് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ അവിടെ നിന്ന് ലാപ്ടോപ്പും ഫോണുകളും മറ്റ് രേഖകളും ഒക്കെ തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ ഷുഹൈബ് അടക്കമുള്ളവർ ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്ന അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞതോടുകൂടിയാണ് ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുന്നത്. മാത്രമല്ല, അന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഈ മാസം 30-നാണ് ഇനി കോടതി ഈ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മാത്രമല്ല, ഈ ഷുഹൈബിനെ ഇത്തരത്തിൽ ഒളിവിൽ പോകാൻ സഹായിച്ചിരിക്കുന്നത് ഷുഹൈബിന്റെ ഉന്നത ബന്ധങ്ങളാണ് എന്നൊരു ഗുരുതര ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഷുഹൈബിനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിനൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമാണ് ഈ MS സൊല്യൂഷൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ആ അധ്യാപകർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യം അറിയുമോ, ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ അധ്യാപകർ കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതുണ്ട്. എന്തായാലും നാളെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഈ അധ്യാപകർക്ക് ക്രൈംബ്രാഞ്ച് ഒരിക്കൽ കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസ് നൽകിയിട്ടും നാളെ അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ലെങ്കിൽ ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന ഉറച്ച നീക്കത്തിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം എന്തായാലും കടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇത്തരത്തിൽ ഷുഹൈബിന് എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയത്, അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ നിർമ്മിക്കുന്ന ആ അധ്യാപക സംഘടനയിൽ CPM അനുകൂല ഏതെങ്കിലും തരത്തിൽ CPM-മായി അനുഭാവം പ്രകടിപ്പിക്കുന്ന അധ്യാപകരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ CPM-ന് കൂടി ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CPM അനുകൂല അധ്യാപകർ കൂടി പങ്കുണ്ട് എന്ന് കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷുഹൈബ് എന്നൊരൊറ്റ വ്യക്തിയിലേക്കും MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതെ, MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഷുഹൈബ് ഈ കേസിൽ ഒളിവിലാണ്. MS സൊല്യൂഷനിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു അനഘ.